என்ன கேட்க போறேன்னு எனக்கு അറിയാം. കാണാൻ പാടില്ലാത്ത കാഴ്ച കണ്ണുകൊണ്ട് കണ്ടുപോയി ഞാൻ. അത് സ്വന്തം കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമല്ല, അങ്ങനൊക്കെ ഉണ്ടോന്ന് നെറ്റിപ്പോയി ഞാൻ ജീവിതത്തിൽ. ഞാൻ അറിഞ്ഞിട്ടില്ല അതുവരെ. ഞാൻ വിചാരിച്ചത് കുടുംബം, ഫാമിലി, കുട്ടികൾ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തു. അത് ഒരു കാഴ്ചനെ കണ്ട ശേഷം ഒന്നുമില്ല, ഇനി കേൾക്കാൻ ഒന്നുമില്ല എനിക്ക്. புரிஞ்சுக்கோங்க. அண்ணன் நான் தளர்த்த வைத்தேன். எத்தனை വലിയ பலசாலி ஆயாலும் சில தருணம் அவன் அடிஸ்தானம், அவன் மனசுல இருக்கிற அடிஸ்தானம் வளர்ந்தது, அவன் ஜீவன் முழுவன் விஸ்வசிச்சது, அவனுடைய வளர்ச்சி எல்லாம் தகர்ந்து ஒரு செகண்ட்ல மதியும்போது ஃப்ரீஸ் ஆயிடும் அவன். അല്ലെങ്കിൽ அந்த 3 பேர் எஸ்கேப் ஆகல. 2 பேர் இல்ல 3 பேர். ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പോയി വീട്ടിൽ പോയി ആലോചിച്ചില്ല, കറക്റ്റ് കിട്ടും. നീ എന്ത് കൊടുക്കുമല്ല, ദൈവം തീർച്ചയായിട്ടും കൊടുക്കും. ഇത്ര കാലം ഇത് ഇത്ര കാര്യങ്ങൾ മറച്ചു വെക്കാനുണ്ടായ ഒരു കാരണം മകൻ. ഇതേ എനിക്ക് ആൺകുട്ടിയാണെങ്കിൽ തുറന്ന് എല്ലാം പിക്ചറോടെ പോട്ടെ, പെൺകുട്ടിയായിപ്പോയി. അവളുടെ ഭാവി ഇനി വരുന്ന, അവള് ഒരു നല്ല ഒരു സെക്കൻഡ് കെട്ടി വരും, നല്ല ലൈഫ് വരണം. ഇതൊന്നും എൻ്റെ പാസ്റ്റ് അവളെ வந்து பாதிக்கக்கூடாது. பெண்குட்டியா அது ஒரு நடனாயிட்டோ இல்லை வந்து ஒரு என்ன வேணுங்களாம், அவളുടെ മുമ്പ് நான் வெறும் എന്താ പറയുക, സാധാരണ ഒരു അച്ഛനാണ്. அந்த வீட்டை போலும் எந்த கையிலிருந்து பிரிச்சுட்டு பிஸ்னஸ் நடந்துட்டு. சரி, നോക്കാം, நடக்கணும். ஜீவனே தரலையா தேவனுக்கு, திருச்சி கேட்கதான் முடியும். கேட்குறேன் தெய்வத்தை. நம்ம படம் அதான் சொன்னேன், இந்த டிசம்பர் 19 பிறந்த நாளில் உங்கள் எல்லாருக்கிட்டையும் சொன்னேன். എൻ്റെ ഒരു ട്രൈയാണ് ഞാൻ തന്നെയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. കഥയും ഒരു നല്ല ഒരു കഥ തോന്നുന്നു, നല്ല കഥയാണ്. പക്ഷെ മേക്കിങ്ങിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, സീരിയസ്ലി ഞാൻ പറയാം, മേക്കിങ്ങിൽ ஒரு ஒரு ஸ்டேட்டுக்கும், அதாவது கேரளா இருக்கட்டும், தமிழாக இருக்கட்டும், தெலுங்காக இருக்கட்டும், அங்கே ஒரு பேட்டர்ன் உண்டு. எல்லாருக்கும் ஒரு பேட்டர்ன் உண்டு. லவ் சினிமா இல்லாமல் தெலுங்கு சினிமா இல்லை. ലവ് പാട്ട് ഇല്ലാതെ ഒരു പടം ഇല്ല തെലുങ്കില്. തമിഴിൽ അങ്ങനെയായിരുന്നു, ഇപ്പൊ മാറി വന്നു. മലയാളത്തിൽ സ്ക്രിപ്റ്റാണ് ഇമ്പോർട്ടൻറ്റ്. ചില പടങ്ങളിൽ നായികയേ ഇല്ല.